ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങി. പക്ഷേ സ്പ്രിങ്ങിൻ്റെ ഒരു പീക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ എല്ലായിടത്തും നിറയെ പൂക്കൾ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇലകളും ചെടികളും ഒന്നും ഇല്ലാത്ത വഴിയോരങ്ങളുള്ള വിൻ്റർ ടൈം കഴിഞ്ഞ് സ്പ്രിങ് ആകുമ്പോൾ ഫുൾ ഇങ്ങനെ തിക്ക് ലഷ് ഗ്രാസും അതിൽ നിറയെ പൂക്കളുമാണ്. അപ്പോൾ പലപ്പോഴും ഓവർഗ്രോൺ ആയിട്ട് നിൽക്കുന്ന ചെടികളും പുല്ലുകളുമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ് വഴി കൂടെ പോകുമ്പോൾ. ഇവിടുത്തെ കൗൺസിലാണെങ്കിൽ എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഓൺ ടൈം എല്ലാം ട്രിം ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ വെക്കുന്നതാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇതെന്താ ഇവർ ഇങ്ങനെ ഇത്രയും ഓവർഗ്രോ ആയിട്ടും കട്ട് ചെയ്യാത്തതെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, കുറച്ച് ഓവർഗ്രോ ആയാലും ഇവർ ഈ പൂക്കൾ ഉള്ള ചെടികൾ അങ്ങനെ കുറച്ച് നാൾ നിർത്തിയേക്കും. കാരണം പൂക്കളെല്ലാം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹണി ബീസിന് തേൻ കിട്ടാതെയാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇവർ കുറച്ച് നാള് ഈ പൂക്കൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഹണി ബീസ് ഈ പൂക്കളിൽ നിന്ന് തേനെല്ലാം നുകർന്നതിന് ശേഷം ഇതൊക്കെ ട്രിം ചെയ്ത് നീറ്റാക്കി വെക്കും. നോ മോ മേ എന്നാണ് ഈ പോളിസിയുടെ പേര്. അതായത് ഈ മെയ് മന്തിൽ പുല്ലൊന്നും വെട്ടാൻ പാടില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ? ജസ്റ്റ് ബ്ലൂ മൈ മൈൻഡ്.